Use headphones for best sound experience. സർഗജ്യോതി ശ്രവ്യാമൃതം യൂട്യൂബ് ചാനൽ അഭിമാന പുരസ്സരം സമർപ്പിക്കുന്ന ഏറ്റവും പുതിയ ശബ്ദ നാടകം വെൽക്കം ടു ഹെവൻ. നാടകരചന സംവിധാനം റിജേഷ് തിലങ്കേരി. ശബ്ദം നൽകുന്നവർ വിഷ്ണു സുനിൽ മാള, സരിത വേണുഗോപാൽ, ദീപു പത്തനംതിട്ട, ശ്രീന MS, സൂരജ് MS അരൂർ, ബലരാമൻ ശ്രീലയം, ഇ രാജൻ പാലക്കാട്, റജി മനോജ്, ഫാത്തിമ VU ആലുവ, ബിനു കൃഷ്ണ, ശ്രീഹരി, മുഹമ്മദ് VA, ദേവ്ന S പ്രകാശ്, ഹരിത കണ്ണൂർ, അനീഷ് K, ഷാൻറ്റി വിനോദ്, അമൽരാജ് MC, ശില്പ രവിചന്ദ്രൻ, കൃഷ്ണദാസ് പാലക്കാട്. പശ്ചാത്തല സംഗീതം ജയരാജൻ മാനന്തവാടി, ആനന്ദ് രാജ്, അതുൽ കൃഷ്ണ. സാങ്കേതിക സഹായം ജയസൂര്യ അരൂർ, ദേവജിത് ജയൻ. ശബ്ദമിശ്രണം മനോജ് S പട്ടാഴി. വെൽക്കം ടു ഹെവൻ. അമ്മു, എന്തോന്നും മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല, ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരുന്ന് പോയതാ. രാകേഷ് ചേട്ടൻ എയർപോർട്ടിൽ എത്തിയിട്ട് കുറേ നേരമായോ? ഞാൻ എത്തിയിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞു. നിന്റെ ഫ്ലൈറ്റ് ജേണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, കുഴപ്പമില്ല. എന്തിനാ വണ്ടി നിർത്തിയേ? എനിക്ക് ഉറക്കം വരുന്നത് പോലെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ടതല്ലേ. വീട്ടിലെത്താൻ ഇനി 1.5 മണിക്കൂറുണ്ടല്ലോ. നിനക്കൊന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? അതിനെന്താ, ഞാനെന്നാൽ കുറച്ചു നേരം ബാക്ക് സീറ്റിൽ കിടക്കട്ടെ. ഓക്കെ. അമൃത രാകേഷ് വീണ്ടും അമൃത ഹരിദാസ് ആയതിനു ശേഷം 3 വർഷങ്ങൾ കഴിഞ്ഞാണ് ഇവളെ വീണ്ടും നേരിട്ട് കാണുന്നത്. എന്തൊക്കെ നിർണായക ഘട്ടങ്ങളിലൂടെ ജീവിതം കടന്നുപോയി. അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എന്താടോ രാവിലെ ഫോണും തോണ്ടിയിരിക്കുന്നത്? ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇത് ആരുടെ ഫോട്ടോയാ? ഞങ്ങളെ കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ? ടീച്ചറേ എന്താ മാഷേ? ഒന്ന് വേഗം ഇങ്ങോട്ട് വാടോ. നമ്മുടെ മോൻ്റെ ഓരോരോ കള്ളത്തരങ്ങളെ. എന്താ രാവിലെ തന്നെ അച്ഛനും മോനും ഒരു ബഹളവും തമ്മിത്തല്ലും? ഒന്നുമില്ല അമ്മേ, ഈ അച്ഛൻ വെറുതെ രാവിലെ ഒരു അച്ഛാ ഫോണിങ് തന്നെ. എൻ്റെ ശാരദ ടീച്ചറെ, ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. അതിങ്ങോട്ട് തന്നേച്ചാ, അതിലൊന്നും ഇല്ല. നിക്കടാ ഞങ്ങളൊന്ന് നോക്കട്ടെ. ഷോ, എത്ര ഫോട്ടോസാ! ഇതാരാ ഈ പെൺകുട്ടി? അതമ്മേ, ഞാൻ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടൊരു കുട്ടിയാ. നീ ഇടപാട് തുടങ്ങിയിട്ട് എത്ര നാളായടാ? നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ മാഷേ. അവനോട് ഞാൻ ചോദിക്കാം, ഈ കുട്ടി എന്താ മോനെ ചെയ്യണേ? അവളൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാ. പിന്നെ രേഷ്മ മോൾക്ക് ഇക്കാരെ അറിയോ? അവക്കറിയാം. ഇവൻ അവളിൽ നിന്നൊന്നും മറച്ചു വെക്കാറില്ലല്ലോ. ഇതെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. മാട്രിമോണിയിലൂടെ മറ്റു എത്ര വിവാഹാലോചനകൾ നടത്തി. ഒരു കണക്കിന് ഈ മാട്രിമോണി ആപ്പുകളും പത്രപരസ്യവും ബ്രോക്കർമാരൊക്കെ തട്ടിപ്പാമ്മേ. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ ഫേസ്ബുക്ക് വഴിയൊക്കെ ഓരോരുത്തരെ പരിചയപ്പെട്ടിട്ട് അങ്ങ് കിട്ടുക ചെയ്യുന്നേ. ആട്ടെ, കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, അത് പിന്നെ എനിക്ക്
അത് പിന്നെ ചോദിക്കാനുണ്ടോ എൻ്റെ ടീച്ചറെ? അവൾക്കോ? അവക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ മോനും അച്ഛൻ്റെ വഴി തന്നെ സ്വീകരിച്ചു അല്ലേ? ഞാനും ടീച്ചറും GHMHSൽ ജോലി ചെയ്തിരുന്ന കാലം. പറയാനുള്ളത് അരവിന്ദൻ മാഷിലൂടെ ടീച്ചറെ അറിയിച്ചു. 2 ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ഇരു വീട്ടുകാരും ശക്തമായി തന്നെ എതിർത്തു. അരവിന്ദൻ മാഷും വത്സല ടീച്ചറുമായിരുന്നു എല്ലാത്തിനും കൂട്ട്. അങ്ങനെ ആരും അറിയാതെ ഒരു ദിവസം ടീച്ചറെയും കുത്തിയെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറന്നു. ടീച്ചർക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ? ഞാനിപ്പോഴേ അതും ഓർത്തോണ്ടിരുന്നാലേ വയറ്റിലേക്കൊന്നും ചെല്ലില്ല. അവിടെ നിൽക്ക് ടീച്ചറെ. ഇവൻ ആ കുട്ടിയെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇത് തന്നെ നടക്കട്ടെ അല്ലേ? മാഷിന്റെ ഇഷ്ടം പോലെ. നമുക്ക് ഇന്ന് തന്നെ അവിടേക്ക് പോകണം. അയ്യോ അച്ഛാ, ഇന്ന് തന്നെ വേണോ? ആ, ഇന്ന് തന്നെ പോകാടോ. രേഷ്മ മോളെ വിളിക്കണോ? ഏയ് വേണ്ട, അവള് കോളേജിൽ പോയിട്ടുണ്ടാവും. Partnership between Flintoff and Jones worth 73 in an hour and 6 minutes. Into the commentary box come Michael Atherton and Tony Gray. Thank you. He's not going to declare, is he? രാകേഷ് ഏട്ടാ, 19 for ആ? 6. England ദേ going ബ്രേക്ക്ഫാസ്റ്റ് really റെഡി well ആയിട്ടുണ്ട്. here. Confidence sky അമ്മു, high. ഇങ്ങ് വന്നേ. Did you ever declare against Australia? ഇവിടെ ഇരിക്കി. I was going to say, you don't think he's got എന്താ his കാര്യം? do you? ഏയ് ഒന്നുമില്ല. നീ എന്താ ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോകുമ്പോൾ വരാണ്ടിരുന്നേ? എനിക്ക് അമ്പലത്തിൽ പോകുന്നൊന്നും അത്ര ഇഷ്ടമല്ല. അമ്മ വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ. അമ്മ എന്ത് കരുതിയിട്ടുണ്ടാവും? ഓ, അതൊന്നും ഞാൻ ഓർത്തില്ല. ഇന്നലെ ഞാനൊരു സിനിമയ്ക്ക് വിളിച്ചിട്ടും നീ വന്നില്ല. എന്ത് പറ്റി? അത് എനിക്കൊരു മൂഡ് തോന്നിയില്ല. പക്ഷെ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നീ പോകുന്നുണ്ടല്ലോ. അവരൊക്കെ എന്റെ നല്ല ഫ്രണ്ട്സാ. അപ്പൊ ഞാൻ നിന്റെ നല്ലൊരു ഫ്രണ്ട് കൂടിയല്ലേ? ഛെ, എന്തിനിങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എനിക്ക് പോവാൻ തോന്നിയാ ഞാൻ പോവും, അത്ര തന്നെ. എന്താ അമ്മു നീ ഇങ്ങനെ? ആ, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാ. അത് പറഞ്ഞപ്പോഴാ. ഇന്ന് രേശുവിന്റെ ബർത്ത്ഡേ ആണല്ലോ. ഒന്ന് വിളിച്ച് വിഷ് ചെയ്യട്ടെ. ഹലോ കിച്ചു, ഹൗ ആർ യു? ഹാപ്പി ബർത്ത്ഡേ ടു യു രേശു. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. ആ, കല്യാണത്തിന് ശേഷം നിന്നെ അങ്ങനെ ഇങ്ങോട്ട് കാണുന്നൊന്നുമില്ലല്ലോ. എന്താ പറ്റിയേ? വേറൊന്നുമില്ല. ബാങ്ക് മാനേജറായ രാകേഷ് കുമാറിനും അമൃത രാകേഷിനും ഞാനൊരു ശല്യാകണ്ടല്ലോ എന്ന് കരുതി, അത്രേ ഉള്ളൂ. നീ എനിക്കൊരു ശല്യമെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാലും ഇതല്ലേ ശരി. അതല്ല ശരി. നീ പണ്ടത്തതുപോലെ ഇവിടെ വരണം. വളരെ സെലക്റ്റീവായിട്ട് മാത്രം സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാനെന്ന് നിനക്കറിയാലോ. നിന്നെപ്പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് വേറെ ഉണ്ടോ? ഓഹോ, അപ്പൊ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ? വെരി ലക്കി. അതിലിപ്പോ എന്താ ഇത്ര സംശയം? ആ, പിന്നെ കിച്ചു, ഞാനിവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. നീ എന്തായാലും അമ്മൂനെ കുട്ടി വരണം കേട്ടോ. എന്താ, വരില്ലേ? എന്റെ രേശു, അതൊക്കെ ഇത്ര ചോദിക്കാനുണ്ടോ? എവിടെ വെച്ചാ പാർട്ടി? വേറെ എവിടെ വെച്ചാ? എന്റെ ഹെവനിൽ തന്നെ. നീ പേര് പോലെ തന്നെ ആ വീടൊരു സ്വർഗ്ഗാക്കണല്ലേ? പിന്നല്ലാതെ, അങ്ങനെയല്ലേ വേണ്ടത്. നീ ഫോണും നമ്മൂന്റെ കൊടുത്തേ. അവളെ നേരിട്ട് ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ അവള് പിണങ്ങിയാലോ? ഒരു മിനിറ്റേ. അമ്മു, ദേ രേശു, അവൾക്ക് എന്തോ പറയാനുണ്ട്. ആ, എനിക്ക് വയ്യെന്ന് പറഞ്ഞേക്ക്. രേശു, അവൾക്ക് നല്ല തലവേദനയാ, കിടക്ക. നീ എന്തായാലും പാർട്ടിക്ക് വരുമ്പോ അമ്മൂനെ കൂട്ടണേ. ഓക്കേ, ബൈ. ബൈ, ചെയ്യോ. എന്താ അമ്മു നീ രേശുവിനോട് സംസാരിക്കാത്തെ?
അവളോട് നിനക്കെന്തിനാ ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. എന്തായാലും നീ എൻ്റെ കൂടെ അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കണം കേട്ടോ. ഏയ്, എനിക്ക് പറ്റില്ല. എനിക്കിന്നൽപ്പം ജോലി തിരക്കുണ്ട്. അമ്മു, അവളുടെ ഒരു ആഗ്രഹമല്ലേ, നീ എന്തായാലും വരണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മു, പറയുന്നത് കേൾക്ക്. നീ വന്നേ പറ്റൂ. നീ ഇന്ന് എൻ്റെ കൂടെ രേശുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്തിരിക്കും. ഞാനാ പറയുന്നേ. അവര് രാകേഷ് ഏട്ടനോട് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നതും അവരുടെ ഈ തൊട്ടും പിടിച്ചുള്ള സംസാരം ഒന്നും എനിക്കിഷ്ടമല്ല. അമ്മു, നീ കുറച്ചുകൂടെ പക്വതയോടുകൂടി കാര്യങ്ങളെ കാണണം. നീ വിചാരിക്കുന്ന പോലൊരു ബന്ധമല്ല ഞാനും രേശുവും തമ്മിലുള്ളത്. ചെറുപ്പം തൊട്ടേ ഒന്നിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരാണ് ഞങ്ങൾ. അച്ഛനും അമ്മയൊക്കെ അവളെ സ്വന്തം മകളെ പോലെ തന്നെയാണ് കാണുന്നത്. രേശുവിൻ്റെ അച്ഛൻ രവിയങ്കളും അച്ഛനും കോളേജ് മേറ്റ്സ് ആയിരുന്നു. രവിയങ്കളൊരു ഫേമസ് ഓങ്കോളജിസ്റ്റ് ആയിരുന്നു. ഏതോ ഒരു കോടീശ്വരനായ വ്യവസായിയുടെ അസുഖം ചികിത്സിച്ച് ഭേദപ്പെടുത്തി കൊടുത്തതിനെ തുടർന്നിട്ട് രവിയങ്കളിൻ്റെ പേരിൽ അയാൾ തിരുവനന്തപുരത്തൊരു ഹോസ്പിറ്റലൊക്കെ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്കിള് നാട്ടിൽ വരുമ്പോൾ എനിക്കും രേഷുവിനൊക്കെ കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും ഡ്രസ്സും ഒക്കെ കൊണ്ടുവരുമായിരുന്നു. രാധിക ആൻറ്റിക്കും അങ്കിളിനൊക്കെ ഞാൻ മകനെ പോലെയായിരുന്നു. ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു. പക്ഷേ രേഷുവിൻ്റെ ഭാഗ്യം ഒരുപാട് കാലം നീണ്ടു നിന്നില്ല. അവൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അവളുടെ അച്ഛനെയും അമ്മയും വിധി തിരിച്ചെടുത്തു. കാർ ആക്സിഡൻ്റ് ആയിരുന്നു. നിസ്സാര പരിക്കുകളോടെ രേഷു രക്ഷപ്പെട്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു അവളെ അല്പമെങ്കിലും ആ ഷോക്കിൽ നിന്ന് മാറ്റിയെടുക്കാൻ. നന്നായി പഠിക്കുമായിരുന്നു രേഷു. അവളുടെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ PSC റാങ്കോടെ പാസ്സായി. അവളൊരു കോളേജ് ലെക്ചറായി. നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്നത്തെ പാർട്ടിയിൽ നീ എന്തായാലും ഉണ്ടാവണം. അവളുടെ ഒരു ആഗ്രഹമല്ലേ. ഹായ് അമ്മോ. ഹായ് കിച്ചോ. കമോൺ. അമ്മോ ആദ്യമായിട്ടല്ല എൻ്റെ വീട്ടിലെ. വാ. നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ ഇന്ന്. ആരെ കാണാനാ? നമ്മളെ കാണാനും ആരെങ്കിലും ഉണ്ടാവും അല്ലേ അമ്മോ? ആ പിന്നെ അമ്മോ ഇവനെ സൂക്ഷിച്ചോളൂ കേട്ടോ. ഹായ് രാകേഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ് സന്ദീപ്, നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ലടാ. നിന്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. നീ എന്നോട് ക്ഷമിക്കേ. ഇതാരാ? വൈഫാണോ? പേരെന്താ? അമൃത. അമ്മോന്ന് വിളിക്കും. ആ അമ്മു, ഞാൻ സന്ദീപ്, ഇവരുടെ കോളേജ് മേറ്റാണ്. ആ രാകേഷ്, 2 മാസം കഴിഞ്ഞാൽ ഞാൻ ഒമാനിലേക്ക് പോകും. ഓ, വാട്ട്സ് യുവർ പ്രോഗ്രാം ദർ? ബിസിനസ് തന്നെ. ആ വാ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഹായ് രാകേഷ്. ഹായ് ശ്രുതി. ആ അമ്മോ, ഞാൻ ശ്രുതി. ഇവൻ കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഹായ്. ആ അമ്മു, നൗ ഷീസ് ദ ബെസ്റ്റ് ഡോക്ടർ ഓഫ് അവർ സ്റ്റേറ്റ്. അപ്പോൾ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ഓക്കെ, എന്നാ നമുക്ക് കേക്ക് മുറിക്കാം. വാ. ആദ്യം നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് തന്നെ കൊടുത്തോളൂ. ഇതാ കിച്ചു കേക്ക്. ആ ആ അമ്മോ ദാ. ആ ആ ഏയ് ഏയ് രേഷു, രേഷു എന്തു പറ്റി? ഇല്ല ഇല്ല, പതുക്കെ പതുക്കെ എഴുന്നേക്ക്, പതുക്കെ പതുക്കെ. എന്തു പറ്റി? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് എന്തോ തല ഇറങ്ങുന്നത് പോലെ തോന്നി. 2 ദിവസമായിട്ട് ചെറിയൊരു കോൾഡ് ഉണ്ട്. അത് ഇങ്ങനെ. എന്തു പറ്റിയത് നിനക്ക്? ഹോസ്പിറ്റലിൽ പോണോ രേഷ്മ? മൂക്കിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ.
നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ശ്രുതി, നീ ഒന്ന് നോക്കി. ഏയ് നോ പ്രോബ്ലം. അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതാ. ഏയ് നോ പ്രോബ്ലം. ഐ എം ഓൾ റൈറ്റ്. നത്തിങ് ടു വെറി. അമ്മു, അമ്മു, നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ പോവാ. ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. തനിച്ച് പോകണ്ട, ഞാനും വരാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അമ്മോ, നീ പോവാ? എനിക്കല്പം ജോലി തിരക്കുണ്ട്. എന്നാലും ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോവാ. കിച്ചോ, അവൾക്ക് ഇഷ്ടമല്ലാന്ന് തോന്നിട്ട് വരണല്ലേ? ഏയ്, ഞാൻ രാവിലെ പറഞ്ഞില്ലേ അവൾക്ക് തലവേദനയായിരുന്നു, അതാ. ഏയ് എനിക്കങ്ങനെ തോന്നില്ല. പാട്ടെ, സാരില്ല, നീ വിഷമിക്കണ്ട. അമ്മു ഇനി എത്തിയില്ലല്ലോ മോനെ. നീ അവളുമായി വഴക്കിട്ടോടാ? അത് പിന്നെ ചോദിക്കാനുണ്ടോ അച്ഛാ? എല്ലാ ദിവസവും അങ്ങനെ തന്നെയല്ലേ. രേഷുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ചിട്ട് എന്നോട് വഴക്കിട്ട് ഇറങ്ങിപ്പോയി. അവളുടെ അച്ഛനെ ഞങ്ങൾ വിളിച്ചു, അവിടെ എത്തിയിട്ടില്ല. ഈശ്വര, വല്ലാത്ത വാശിയുള്ള കുട്ടിയാ. ഇനി വല്ല അവിവേകവും. ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലുണ്ടാകും. ടീച്ചർ വിഷമിക്കാതിരിക്കും. എന്നാലും മാഷെ, നേരെ ഇത്രയായില്ലേ? അമ്മ പേടിക്കണ്ട, ഞാൻ അന്വേഷിച്ചോളാം. വാമോ, ഇറങ്ങ, പതുക്കെ സൂക്ഷിച്ചു, പതുക്കെ ഇറങ്ങ. അമ്മു, നീ ഇത്ര നേരം എവിടെയായിരുന്നു? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഹായ് രാകേഷ്, ഞാൻ വിവേക്, അമ്മുവിൻ്റെ ഫ്രണ്ടാ. പിന്നെ പുള്ളിക്കാരി കഴിച്ചതൊരൽപ്പം ഓവറായിപ്പോയി. ഞാൻ എൻ്റെ വണ്ടിയിൽ ഇങ്ങ് കൊണ്ടുവന്നു. അത് തെറ്റായിപ്പോയോ? തെറ്റായിപ്പോയെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് തിരുത്താം. പിന്നെ എനിക്കാരോടും ക്ഷമ ചോദിച്ചൊന്നും ശീലമില്ല. അമ്മു, എന്നോട് ചോദിച്ചു കേട്ടില്ലേ? പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ? പിന്നെ രാകേഷ്, അമ്മുവിന് വല്ലാത്തൊരു മനപ്രയാസമുണ്ട്. ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ അവളെ വേണ്ടത്ര പരിഗണിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ വീട്ടുമുറ്റത്തിന് നീ കാലുകുത്തി പോരുത്, പോടാ. അമ്മോ, ഞാൻ പോകുന്നു. രാകേഷ്, നമുക്ക് ഇനിയും കാണേണ്ടി വരും. ആടാ, കാണാം. അമ്മു, അറ്റ്ലീസ്റ്റ് നിനക്ക് അച്ഛനും അമ്മയെങ്കിലും ഓർത്തോളായിരുന്നോ? എന്നെ ഓർത്തോണ്ടാണോ നിങ്ങൾ പലതും ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ? ആഹാ, നിങ്ങൾ ഒന്നും ചെയ്തില്ലേ? ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി വെച്ച് എന്താ ഉണ്ടായേ? പറയാ. നീ ഇതെന്താ കാണിക്കുന്നേ? വിട്, നമുക്ക് റൂമിൽ ചെന്ന് സംസാരിക്കാം. വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കണം. അവളെ വട്ടം പിടിക്കലും
എഴുന്നേപ്പിച്ചിരുത്തലും എന്തൊക്കെ ആയിരുന്നു. വീണ് കിടന്ന ഒരാളെ പിടിച്ചെഴുന്നേപ്പിക്കുന്ന അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നില്ല. ഓ, നിങ്ങൾ ചെയ്യുന്നതൊന്നും തെറ്റല്ലല്ലോ. അവിടെ എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? സന്ദീപ്, കാർത്തിക്, രാഹുല്, ദിനേശ്. അവരൊന്നും എന്താ അങ്ങനെ ചെയ്യാത്തേ? അവരെ ആരെയും പോലെയല്ല രേഷുവിന് ഞാൻ. ആ വ്യത്യാസമാണ് എനിക്കറിയേണ്ടത്. അമ്മു, നിന്നോട് വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയില് എനിക്കെന്താ റോള്? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുമിച്ച് ജീവിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് പണ്ടേ പറ്റുമായിരുന്നു. എന്റെ അച്ഛൻ പണിയിച്ച പുതിയ വീട്ടിൽ താമസിക്കാന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ? അത് എങ്ങനെയാ? അപ്പോ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? എന്റെ അച്ഛനെയും അമ്മയും വിട്ട് മാറി താമസിക്കാൻ എനിക്ക് പറ്റില്ല. നിന്റെ അച്ഛൻ വലിയ ബിസിനസ്മാൻ ആണെങ്കിൽ അയാൾക്ക് കൊള്ളാം. ഞാൻ പോവുക. എനിക്ക് അവളെ ഒന്ന് കാണണം. അവളോട് 4 വർത്താനം പറഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പൊ നീ എങ്ങോട്ടും പോകുന്നില്ല. നടക്കടി അകത്തേക്ക്. അങ്ങോട്ട് നടക്കാൻ. എന്നെ വിട്, എനിക്ക് പോണം. വിട. ഇന്നത്തോടെ അവളുടെ അഴിഞ്ഞാട്ടം ഞാൻ അവസാനിപ്പിക്കും. എന്തു പറഞ്ഞടി? നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. ഇങ്ങോട്ട് വാടി. മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവട്ടെ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. വിട് വിട്. എനിക്ക് പോണം. എനിക്ക് അവളെ കാണണം. എനിക്ക് അവളോട് 4 വർത്താനം പറയണം. വിടാൻ. എന്താ മാഷേ ഈ കുട്ടി ഇങ്ങനെ? എൻ്റെ ഈശ്വര, എൻ്റെ മോന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ. വിധിച്ചതേ കിട്ടൂ ടീച്ചറെ. അവൻ തന്നെ തിരഞ്ഞെടുത്തതല്ലേ. അനുഭവിക്കുകയല്ലാതെ എന്ത് ചെയ്യാനും. എന്നാലും എല്ലാം ശരിയാകും ടീച്ചറെ. നമുക്ക് നോക്കാം. നീ അമ്മു ഇന്നലെ എന്തിനാ വഴക്കുണ്ടായി? അല്ലച്ചാ, അത് അവൾ ഇന്നലെയും മദ്യപിച്ചിരുന്നു അല്ലേ? എനിക്ക് മദ്യപാനം ഇഷ്ടമല്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ? അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആട്ടെ, എന്താ ഇപ്പോഴവളുടെ പ്രശ്നം? ഇന്നലെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ചിട്ട് രേഷു തലകറങ്ങി വീണപ്പോൾ ഞാനൊന്ന് പിടിച്ചെഴുന്നേപ്പിച്ചു. അത് തെറ്റാണോ അമ്മേ? ആൾക്ക് രേഷുവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. മോനെ, ചിലരുടെ ശരികൾ ചിലർക്ക് തെറ്റായിരിക്കാം. നീ കല്യാണം കഴിഞ്ഞ കുട്ടിയാ. അമ്മുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ഇനി നീ ചെയ്യരുത്. കല്യാണത്തിന് ശേഷം ഞാൻ രേഷുവിനെ കാണുമ്പോഴൊക്കെ അമ്മു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവളെല്ലാത്തിനും ഒരു സംശയത്തോടെയാണ് കാണുന്നത്. ദാമ്പത്യ ബന്ധത്തിലെ പൊരുത്തക്കേടുകൾ ഉണ്ടാകും. അത് മനസ്സിലാക്കി പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എനിക്ക് മതിയായമ്മേ. ഇത് ശരിയാവില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. എല്ലാം ശരിയാകും. ഹലോ രേഷു. ഹലോ കിച്ചോ, നീ സ്നേഹയുടെ ഹൗസ് വാമിങ്ങിന് പോകുന്നില്ലേ? അമ്മോനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് ഫോൺ എടുത്തില്ല. അവള് ഓഫീസിലേക്ക് പോയതാ. നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്ന? ഓ, എഴുന്നേറ്റിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല, എഴുന്നേറ്റില്ല. എനിക്ക് നല്ല സുഖമില്ല. എന്ത് പറ്റിയടാ? നല്ല തലവേദനയുണ്ട്, പിന്നെ ചെറിയ പനി. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഈ ക്ഷീണം കുറച്ച് കുറയാൻ നോക്കട്ടെ, എന്നിട്ട് പോവാം. വീട്ടിൽ ആരുമില്ലേ? ഇല്ല, അച്ഛനും അമ്മയൊക്കെ അവരുടെ സ്കൂളിലെ പൂർവാധ്യാപക സംഗമത്തിന് പോയേക്ക. ഹലോ ഹലോ.
കിച്ചു വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ ഇടി, നീ ലീവ് എടുത്ത് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നീ ഒന്നും പറയണ്ട, നല്ല ക്ഷീണമുണ്ട് നിനക്ക്. ഞാൻ നമ്മുടെ ശ്രുതിയുടെ ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അവളെ ഒന്ന് പോയി കാണാം, വാ. എന്നാലും ഇവനിങ്ങനെ പനിച്ചു കിടക്കുമ്പോൾ അവൾ ഓഫീസിൽ പോയത് ഒട്ടും ശരിയായില്ല. ബ്ലഡിൽ കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ പനി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ തലവേദന. ആള് നല്ല ടെൻഷനില്ല. ഒരാഴ്ചയായി ബാങ്കിൽ പോയിട്ടില്ലെന്നാ പറഞ്ഞേ. ഇതൊന്നും എനിക്കറിയില്ല ശ്രുതി, ഇവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പറ. അല്ലടി, ഈ ബില്ല് പേ ചെയ്യുന്ന എവിടെയാ? ഒന്ന് പോടി ഓടുന്ന്. എൻ്റെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ബില്ല് അടയ്ക്കാനോ? അതൊന്നും വേണ്ട, പോയിക്കോളൂ. ഓക്കേടി, താങ്ക്സ്. പോട്ടെ. ഏയ് കിച്ചോ, നീ ഉറങ്ങാ? ദാ വീടെത്തി. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. നീ ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് കുറച്ച് കഞ്ഞി ഉണ്ടായിക്കൊണ്ടുവരാം. അയ്യോ രേഷു, അതൊന്നും വേണ്ടടി. ഒന്നും പറയണ്ട, 10 മിനിറ്റ് കൊണ്ട് കഞ്ഞി റെഡി. രേഷു ഡി, നിനക്ക് നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ അച്ഛനമ്മമാരോടൊപ്പം ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോയതും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി കുളിച്ചതും പേടിത്തൊണ്ടനായി നിന്നെ അമ്മ ബലം പ്രയോഗിച്ച് നീന്താൻ പഠിപ്പിച്ചതും പിന്നെ പൗലോസേട്ടൻ്റെ പറമ്പിലെ മൂവാണ്ടമാവിലെ മാങ്ങ ആരും കാണാതെ പറിച്ച് ഉപ്പും കൂട്ടി തിന്നതും എല്ലാം ഓർക്കുന്നു. ആ കുട്ടിക്കാലം എത്ര മധുരമുള്ളതായിരുന്നല്ലേ കിച്ചു. എടാ കിച്ചു, ഒരു മാങ്ങ പറിച്ചതാടാ. പൗലോസേട്ടൻ കണ്ടാ വഴക്ക് പറയൂടി. ആരും കാണില്ലടാ, നീ ധൈര്യമായിട്ട് മാങ്ങ പറിച്ചോ. എന്നാ നീ ഇവിടെ നിക്ക്, ഞാൻ മാവി കയറാൻ പോവാ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണേ. ശരി, ഞാൻ നോക്കിക്കോളാം. ഞാൻ മാങ്ങ താഴെയിടാൻ പോവാണേ. 1 2 3 4. നിങ്ങളെ ഞാൻ ശരിയാക്കും. ഇറങ്ങി ഓടിക്കോടാ. ആ മാങ്ങ കിട്ടാടി. ആ പിന്നെ ഇത് ഞാൻ തരൂല. അയ്യോ, എന്റെ തലയിൽ മാങ്ങ പറിച്ചിട്ട്. എന്റെ അപ്പോ എന്റെ തലയിൽ മാങ്ങ പറിച്ചിട്ട്. അയ്യോ എന്റെ അമ്മോ. രേഷു ഓടിക്കോ.
എടാ രാകേഷേ, ഞാൻ 8Bയിലെ നിഗ്രഹയാണ് കെട്ടുന്നതെന്ന് നീ അതിനോട് പറഞ്ഞോ? എടാ പറഞ്ഞൂന്ന്. എപ്പോഴാണോ അതില് ഞാൻ എങ്ങനെ പറഞ്ഞേ? ആൽബിന് ഇവൻ കള്ളം പറയുവാണ്, ഇവൻ പറഞ്ഞു. നിന്നോട് ആരാണങ്ങനെ പറഞ്ഞേ? നീ ഉടക്കുണ്ടാക്കാതെ പോടാ. ഞാൻ അവളെ തന്നെ കെട്ടുമടാ, അതിന് നിനക്കെന്താ? എന്താ കിച്ചു, എന്താടാ പ്രശ്നം? രേഷു, ഇവര് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. നീ ആരാടി? ഇവന്റെ ഗുണ്ടയോ? അതേടാ, ഗുണ്ട തന്നെയാ. അതുലേ, ഇവൾ പുലിയാടാ, ഓടിക്കോ. രേഷു, അനില ടീച്ചർ വരുന്നതിന് മുമ്പ് ഈ ഹോംവർക്ക് ഒന്ന് ചെയ്തു തരുവോ? നിന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹോംവർക്ക് ചെയ്ത് കൊടുക്കരുതെന്ന്. നിനക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാടി. എന്നാ ഇന്ന് ഞാൻ ചെയ്തുതരാം. എപ്പോഴും ഞാൻ ചെയ്തെന്നാ നീ പഠിക്കൂല, അതുകൊണ്ടാ. വേണുമാഷി വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കൂ. രാകേഷ് അപർണയും ഒന്ന് പുറത്തേക്ക് വാ. ബാക്കിയുള്ളവർ ബഹളമുണ്ടാക്കാതെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യും. രാകേഷേ, നിന്നെക്കുറിച്ചൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. എന്താ സാർ? നീ ഇവൾക്ക് പ്രണയലേഖനം കൊടുത്തോ? ഇല്ല സാർ. നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്. മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് പ്രണയലേഖനം കൊടുത്തു തുടങ്ങി അല്ലടാ? ഞാൻ കൊടുത്തില്ല സാർ. അപർണ, ആ കത്തെവിടെ? അതെന്റെ കൈ കാണുന്നില്ല സാർ. നിങ്ങളൊക്കെ സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനോ അതോ പ്രേമിക്കാനോ? പഠിക്കാൻ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. രാകേഷിന് മനസ്സിലായില്ലേ? ശരി സാർ. അപർണ, ആ കത്തുമായി എന്നെ ഒന്നൊന്ന് കാണണം. ശരി സാർ. നിങ്ങൾ രണ്ടുപേരും നന്നായി പഠിച്ച് ഒരു ജോലി വാങ്ങാൻ നോക്കണം. അതായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ? ഓക്കെ സാർ. രണ്ടുപേരും പോയിക്കോ. എടാ കിച്ചു, ആ കത്ത് എവിടെ പോയെന്ന് നിന്റെ വിചാരം? അത് കാണാതായതെന്റെ ഭാഗ്യം. എടാ മണ്ട, അത് കാണാതായതൊന്നല്ല. പിന്നെ അവളത് സാറിനെ കാണിക്കുന്ന ഉറപ്പായപ്പോ ഞാനത് അവളുടെ ബാഗിൽ നിന്ന് തപ്പെടുത്ത് കീറി കളഞ്ഞതാ. താങ്ക് യു രേഷു, താങ്ക് യു സോ മച്ച്. നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. കിച്ചു, ഇതാ കഞ്ഞി. നിനക്കിഷ്ടപ്പെട്ട മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കിച്ചു, എന്തു പറ്റി? എന്തിനാ നീ കരയുന്ന? നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർത്തപ്പോ. കുട്ടിക്കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെയാ. ആഹാരത്തിന്റെ മുന്നേറുന്ന കരയാൻ പാടില്ല കിച്ചു. ദാ, നീ കഞ്ഞി കുടിക്കേ. ആഹാ, അമ്മ വന്നല്ലോ. എന്നാലും ഇവന് ഹോസ്പിറ്റലിൽ കാണിക്കാതെ പോയത് ശരിയായില്ല അമ്മോ. തെറ്റും ശരിയും എന്നെ ആരും പഠിപ്പിക്കണ്ട. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിങ്ങളുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ? നീ എന്താമ്മോ ഇങ്ങനെയൊക്കെ പറയുന്ന? ഞാനില്ലാത്ത തക്കം നോക്കി രണ്ടുപേരും ആഘോഷിക്കായിരുന്നില്ലേ ഇവിടെ? അമ്മു മതി. അവരുടെ ഒരു കഞ്ഞി. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞാടി നടക്കാൻ എന്റെ ഭർത്താവിന് മാത്രമേ കിട്ടിയുള്ളോ? അമ്മോ, എന്താണ് നീ പറഞ്ഞ? നിങ്ങൾ എന്നെ തല്ലിയില്ലേ, അത് ഇവൾക്ക് വേണ്ടി. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ വിടുന്ന നിങ്ങൾ കരുതണ്ട. നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിരിക്കും. അമ്മ പറയണേ. എന്തു വന്നാലും ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. സോറി അമ്മ, സോറി.
സന്ദീപ് അല്ലേ? ഇവരെന്താ ഈ രാവിലെ തന്നെ? ഹലോ, എന്താടാ നിനക്കൊന്നും ഉറക്കമില്ലേ? എടാ, ഞാൻ സീരിയസ് ആയ ഒരു കാര്യം പറയാൻ വിളിച്ചാ. എന്താടാ, എന്തു പറ്റി? നീ കാര്യം പറ. എന്താടാ രാജേഷ് ഇതൊക്കെ? എന്താ ഞാൻ ഈ കാണുന്നത്? നീ ഇതെന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ ആ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്ക്. No! No! Oh my God! ദൈവമേ, എന്താണ് ഈ വീഡിയോയിൽ കാണുന്നത്? ചതി! ഈശ്വര, ഞാനും രേഷും കിടക്കുന്നു, ഉമ്മയ്ക്കുന്നു. Oh my God! ആരാണ് ഈ ചതി ചെയ്തത്? നോ, നോ, ഇത് ചതിയാണ്. ദൈവമേ, ആരായിരിക്കും? എനിക്കിനി ജീവിക്കണ്ട. മോനെ, എന്താടാ, എന്താ ഉണ്ടായതെന്നൊന്ന് പറ മോനെ. എടാ പറയടാ. ഹലോ, എന്താ എൻ്റെ എന്തു പറ്റിയേ? എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോയി. ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ആൻറ്റി വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പറയണെന്ന് കേൾക്ക് പ്ലീസ്, പോവല്ലേ. നിക്ക്, ഞാൻ പറയണ കേൾക്ക് പ്ലീസ്, പോവല്ലേ കിച്ചു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ വിടടി. നീ എത്ര വെടിയിൽ തല്ലിക്കും, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു കാര്യത്തില് എനിക്ക് നിനക്ക് ഒരേപോലെ മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഞാനിനി എന്ത് ചെയ്യണം? അത് നീ പറഞ്ഞിട്ട് കായലിൽ ചാടോ കടലിൽ ചാടോ എന്താന്ന് ചെയ്യും. നമ്മളോട് ഈ ചതി ചെയ്താരെന്ന് എനിക്കറിയണ്ടേ? ഒരു നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ? അതിന് നീ എന്റെ കൂടെ ഉണ്ടാവണം. പ്ലീസ് കിച്ചു, പ്ലീസ്. പാവം അങ്കിളും ആന്റിയോടെ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കും. നീ വീട്ടിലേക്ക് ചെല്ല്. രാകേഷ്, നിങ്ങളുടെ പരാതി ഞങ്ങൾ പഴുതടച്ച് അന്വേഷിച്ചു. ഞാൻ പറയുന്നത് നിങ്ങൾ തികച്ചും സംയമനത്തോടെ കേൾക്കണം. ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് ID ക്രിയേറ്റ് ചെയ്ത് AI സാങ്കേതിക വിദ്യയായിട്ടുള്ള ഡീപ് ഫേക്ക് ഉപയോഗിച്ച് നിങ്ങളുടെയും രേഷ്മയുടെയും ഫേക്കായിട്ടുള്ള ദൃശ്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. ആരാണ് സാർ അതിൻ്റെ പുറകിൽ? അമൃത രാകേഷ്. അമ്മു? അതെ, ഒരു IT വിദഗ്ധയായിട്ടുള്ള അമൃതയെ സംബന്ധിച്ചിടത്തോളം ഇത് എളുപ്പം സാധിക്കാവുന്നതേ ഉള്ളൂ. അവൾ നിങ്ങളോടും രേഷ്മയോടുള്ള പ്രതികാരം തീർക്കുകയായിരുന്നു. നിങ്ങളും അമൃതയും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയെക്കുറിച്ച് മാഷിനോട് പറഞ്ഞിട്ടുണ്ട്. IT Act 66D പ്രകാരം 3 വർഷം തടവും അതുപോലെ 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അമൃതയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിയുമായിട്ട് ബന്ധം തുടരണമെന്നുള്ള കാര്യം രാകേഷിന് തീരുമാനിക്കാവുന്നതാണ്. ഇത് പറയുന്നത് SI വിനോദകൃഷ്ണനായിട്ടല്ല, മാഷിൻ്റെ സ്റ്റുഡൻറ്റും അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടുമായിട്ടുള്ള വിനോദായിട്ടാണ്. എന്താവശ്യമുണ്ടെങ്കിലും രാകേഷിനെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അമ്മു, അമ്മു, എന്താ അച്ഛാ? നീങ്ങി വാ. അച്ഛന് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ പറയച്ചാ. ഇവിടെ ഇരിക്കെ. മോളെ, നിനക്ക് 2 വയസ്സുള്ളപ്പോഴാണ് നിന്റെ അമ്മയെ നഷ്ടപ്പെട്ടത്. എൻ്റെ പണത്തിനും സ്വാധീനത്തിനും ഒന്നും അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഞാൻ നിന്റെ അമ്മയും അച്ഛനുമാകാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് ഞാനൊരു സത്യം തിരിച്ചറിയുന്നു. നിനക്കൊരു നല്ല വഴികാട്ടിയാവാൻ അതിനെനിക്ക് കഴിഞ്ഞില്ല. ഞാൻ നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്നു. അച്ഛനെ അനുസരിക്കാത്തൊരു കുട്ടിയായി നീ വളർന്നു. നീ നിന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തു. അച്ഛൻ നാണക്കേടുകൾ ഒരുപാടുണ്ടാക്കി. എൻ്റെ മോള്, എല്ലാം ഞാൻ സഹിച്ചു. നിന്നോടുള്ള അമിതമായ സ്നേഹവും വാത്സല്യവും അതായിരുന്നു കാരണം. ഒടുവിൽ നീ ഒരു പങ്കാളിയെ കണ്ടെത്തിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഇനിയെങ്കിലും നീ ഒരു നല്ല ജീവിതം നയിക്കുമെന്ന് കരുതി. പക്ഷെ അതും ഉണ്ടായില്ല. നീ രാകേഷിനോടും ആ പെൺകുട്ടിയോടും ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിന്നെപ്പോലൊരു ക്രിമിനൽ മൈൻഡ് ഉള്ളവൾക്ക് അതിൻ്റെ ആഴം അറിയില്ല. രാകേഷ് മോഹൻ ഡൈവോഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നീ അത് അനുവദിച്ചു കൊടുക്കണം. അവൻ നല്ല കുട്ടിയാണ്. അവൻ നല്ലൊരു ജീവിതം ഉണ്ടാകും. അവൻ നിന്നെ പരമാവധി സഹിച്ചു. നീ നിന്റെ ജീവിതം തകർത്തു. നീ കീ കൊടുത്താൽ ചലിക്കുന്നൊരു പാവയാകാൻ ഇനി ഈ അച്ഛനെ കിട്ടില്ല. അച്ഛനൊരു വിഡ്ഢിയായിരുന്നു. അല്ല, നിനക്ക് വേണ്ടി അങ്ങനെ ആവുകയായിരുന്നു. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക, അത്രയേ ഉള്ളൂ. അങ്കിൾ, മോള് വന്നോ? കേറിയിരിക്കും മോളെ. ടീച്ചറേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരാ മാഷേ? ആ മോളോ? ഞാൻ ഇപ്പൊ ജ്യൂസ് കൊണ്ടുവരാം. മോളെ, വിളിച്ചത് പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാനാണ്. എന്താ അങ്കിൾ? ഞങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെയും ക്ഷമയോടെയും കേൾക്കണം. അമ്മുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചതിയോടെ ഞങ്ങളുടെ മോൻ ആകെ തകർന്നുപോയി. മോളെ ജ്യൂസ് കുടിക്കേ. ഈ ചന്ദ്രശേഖരൻ മാഷും ശാരദ ടീച്ചറും ഇതുവരെ ഇത്രത്തോളം തളർന്നിട്ടില്ല. അച്ഛന് മദ്യപാനം ഇഷ്ടമല്ലെന്നറിഞ്ഞിട്ടും അവൻ എൻ്റെ മുന്നിൽ മദ്യപിച്ചു വന്നു. ചില ദിവസങ്ങളിൽ റോഡിലും കടത്തിണ്ണയിലുമായി കിടപ്പ്. ആരോടും സംസാരിക്കാറില്ല. ജോലിക്കും പോകാതെയായി. മുറിയിൽ അടച്ചിട്ട് ഒറ്റ ഇരിപ്പ. അവനെ ഏറെക്കുറെ പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് മോളാണ്. മോള് വിചാരിച്ചാൽ അവനെ ഇനിയും മാറ്റിയെടുക്കാൻ കഴിയും. മരണത്തിൽ നിന്ന് പോലും എൻ്റെ മോനെ രക്ഷിച്ചത് മോളാ. ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന കുട്ടികളാണ് നിങ്ങൾ. നിങ്ങളെപ്പോലെ പരസ്പരം മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയില്ല. നിനക്ക് ഓർമ്മയുണ്ടോ, രാകേഷ് എന്ന പേര് നിനക്ക് വഴങ്ങാത്തത് കൊണ്ട് ചെറുപ്പത്തിൽ നീ വിളിച്ച പേരാ കിച്ചു എന്ന്. ഇവിടുന്ന് വഴക്കിട്ട് സ്കൂളിൽ പോകുമ്പോ നിന്റെ പാത്രത്തിൽ നിന്നാ അവൻ കഴിക്കാറ്. കയ്യിലിരിക്കുന്ന നിധി കാണാതെ മാണിക്യം തേടിപ്പോയവരാ ഞങ്ങൾ. എല്ലാം വിധി. ഇനിയും അവനെ മരണത്തിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾക്ക് വയ്യ. മോൾക്ക് അവനൊരു ജീവിതം കൊടുത്തുകൂടെ? മോള് ഞങ്ങളുടെ മരുമോളായി വരാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവനൊരു 2ാം കെട്ടുകാരനായതാണ് മോളുടെ പ്രശ്നമെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ഞാൻ കിച്ചുവിനെ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ പോവാ. നിക്ക് മോളെ, അവിടെ നിക്ക്. പറയട്ടെ.
രേഷ്മ പിണങ്ങിയാണല്ലോ മാഷെ പോയത്. ഹേ ഇല്ല ടീച്ചറേ, അവൾ വരും. തൽക്കാലത്തേക്കുണ്ടായ ഒരു പ്രയാസം, അത്രയേ ഉള്ളൂ. ശ്രുതി, ഞാൻ ഇതുവരെ കിച്ചൺ അങ്ങനെ കണ്ടിട്ടില്ലടി. അങ്കിളിനോട് ആന്റിയോട് എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. ഓർക്കുമ്പോ വല്ലാത്തൊരു വേദന, ചങ്ക് പൊട്ടുന്ന പോലെ തോന്നാം. റിലാക്സ് ഡിയർ, റിലാക്സ്. അങ്കിളും ആൻറ്റിയും പറഞ്ഞത് ശരിയാ. നിങ്ങളെപ്പോലെ പരസ്പരം മനസ്സിലാക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല. രാകേഷിന് പഴയ പ്രസരിപ്പ് കുറേയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം നീ തന്നെയാ. നിന്നെ സ്വന്തമാക്കാൻ അവനും ആഗ്രഹിക്കുന്നുണ്ടാവും. നീ കിച്ചുവിനെ ആഗ്രഹിക്കുന്നില്ലേ? ഈ കരച്ചിലിൻ്റെ അർത്ഥം അതുതന്നെയല്ലേ? അതല്ല ശ്രുതി, എനിക്ക് ഒന്നും പറയണ്ട. എൻ്റെ മോള് കിച്ചുവിനെ കല്യാണം കഴിച്ച് അവൻ്റെ മക്കളെ പെറ്റുപോറ്റി സുഖമായി ജീവിക്കേ. എൻ്റെ രേഷു ആ അങ്കിളിൻ്റെ ആൻറ്റിയുടെയും മരുമകളാവുക എന്നത് മഹാഭാഗ്യ. അതിനുള്ള എന്ത് യോഗ്യത ശ്രുതി എനിക്ക്? നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. സന്തോഷിക്കടി, മതി മറന്ന് സന്തോഷിക്കേ. അച്ഛനും അമ്മ ഇതെന്ത് പണിയാ കാണിച്ചേ? രേഷു ഇപ്പം ഞാൻ വിളിച്ചിട്ട് കോൾ പോലും എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈയും ഇല്ല. മോളുടെ പ്രയാസമൊക്കെ മാറുമടാ. എന്നാലും അച്ഛാ. ഒരെന്നാലും ഇല്ല മോനെ. ഇപ്പോൾ അച്ഛനും അമ്മയും കാട്ടിത്തരുന്ന വഴിയാണ് യഥാർത്ഥ വഴി. നീയും രേഷ്മ മോളും ഒന്നിക്കുക എന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഇത് നടക്കണം, ഇത് തന്നെ നടക്കണം. ആന്റി, ചായ. ആഹാ, മോള് രാവിലെ തന്നെ കുളിച്ച് അടുക്കളയിൽ കയറിയോ? നന്നായി. ഇങ്ങനെയാ ഐശ്വര്യമുള്ള കുട്ടികള്. മോളൊന്ന് നിന്നേ. ഞങ്ങൾ ഇനി നിന്റെ അങ്കിളും ആന്റിയും ഒന്നും അല്ല, അച്ഛനമ്മമാരാ. അതുകൊണ്ടേ ഇനി അങ്ങനെ വിളിക്കാവൂട്ടോ. ഇനി അങ്ങനെ വിളിക്കില്ല കേട്ടോ. ഇതിന്റെ പൊന്നാര ശാരദാമ്മല്ലേ. ചായ തന്നോളൂ. ഹായ്, നല്ല ചായ. ഓഹോ, എന്താ അത്? എന്റെ ചായ ആദ്യമായിട്ട് കുടിക്കണ പോലെ. അല്ല, നീ ഇവിടുത്തെ മരുമകളായിട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ചായ ആണല്ലോ. ഓ അങ്ങനെ. രേഷു, അമ്മ ചതിയിലൂടെ നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ലേ അപമാനിച്ച്. പക്ഷെ എന്നിട്ടും അതിൽ നിന്ന് എന്നെ കരകയറ്റാൻ നീ മാത്രമേ ഉണ്ടായുള്ളൂ. അന്ന് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അപ്പം ഞാനിപ്പോൾ ജീവനോട് പോലും കാണില്ലായിരുന്നു. എൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനും എനിക്കെന്ത് സംഭവിച്ചാലും നിനക്കൊരാപത്ത് വന്നോ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതെന്താ?
അതെനിക്കറിയില്ല. ഐ ലവ് യു രേഷു. ലവ് യു സോ. ഐ ഡു ലവ് യു കിച്ചോ. റിയലി റിയലി ഐ ലവ് യു. എന്നെ സ്വന്തമാക്കാൻ എനിക്കെന്ത് യോഗ്യതയാ? ഞാൻ ആരും ഇല്ലാത്തവളല്ലേ. രേഷു, ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത്. നിനക്ക് ഞാനില്ലേ, അച്ഛനും അമ്മയും എല്ലാവരും ഇല്ലേ? രവിയങ്കളും രാധിക ആൻറ്റിയൊക്കെ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. മോളെ ദേ അമ്മ വിളിക്കുന്നു. നീ കണ്ണുടച്ചേ ചെല്ലേ. 4 മാസങ്ങൾക്ക് ശേഷം രാഗേഷിന്റെ വീട്. കിച്ചു, എന്റെ കയ്യിൽ എന്താണെന്ന് നോക്കിയേ. ടെൻറ്റഡേ, നല്ല പഴുത്ത മൂവാണ്ട മാങ്ങ. ഹായ്, നല്ല പഴുത്ത മൂവാണ്ടം മാങ്ങ. എടി അതിങ്ങോട്ട് തന്നെ. അയ്യടാ മാമ്പഴ പുതിയ ഒരു കഷ്ണം തരില്ല. രേഷു, ഒരു കഷ്ണമെങ്കിലും തരാണ്ട് ഞാൻ വിടില്ല. തരില്ല തരില്ല തരില്ല. എന്താണ് അവിടെ രണ്ടുപേരും കൊച്ചുകുട്ടികളെ പോലെ? ഇവള് മാങ്ങ തരുന്നില്ല അമ്മേ. ആ കൊതിയന് ഇത്തിരി കൊടുത്തേക്ക് മോളെ. ഇല്ലെന്ന്, ഇതിൽ നിന്ന് ഒരു കഷ്ണം പോലും ഈ കൊതിയന് കൊടുക്കില്ല. തരൂലെന്നാ? എന്നാ അത് കാണണല്ലോ. എടി എടി ഇങ്ങോട്ട് താടി. രേഷു ഓടല്ലേ, ഇല്ല, ഇവിടെ നിക്ക്. തരില്ല 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 തരില്ല. അയ്യോ, ഓടണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? രേഷു എന്തു പറ്റി? പെട്ടെന്ന് തല കറങ്ങി. അത് അയ്യോ, മൂക്കിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ. അയ്യോ എന്റെ ഈശ്വരന്മാരെ, എന്റെ മോൾക്ക് ഇതെന്തു പറ്റി? മൂക്കിൽ നിന്ന് നല്ലപോലെ ചോര വരുന്നുണ്ടല്ലോ. ഒന്നുമില്ല, അമ്മ പേടിക്കല്ലേ. രേഷു വന്നേ, വാ ഹോസ്പിറ്റലിൽ പോ. രാകേഷ് ഇരിക്കൂ. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പറയുന്നത് വളരെ ശാന്തമായി കേൾക്കുകയും വേണം. ശ്രുതി പറഞ്ഞോളൂ. ഒരു സംശയത്തിന് പുറത്താണ് CBC തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്തത്. അപ്പോഴാണ് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകൾ അനിയന്ത്രിതമായ അളവിൽ കൂടിയിരിക്കുന്നതായി കണ്ടത്. കണ്ടീഷൻ അല്പം സീരിയസ് ആണ്. വിഷമിക്കണ്ട, ഇത്തരം അസുഖങ്ങൾക്ക് ഫലപ്രദമായ മരുന്നുകളുമുണ്ട്. ശ്രുതി. അതെ രാകേഷ്, ഷീ ഈസ് സഫറിംഗ് ഫ്രം ലുക്കീമിയ, ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. വളരെ പതുക്കെ മാത്രം ഡെവലപ്പാവുന്ന ഒരുതരം ക്യാൻസർ. ആദ്യമൊക്കെ ലക്ഷണങ്ങൾ കണ്ടുകൊള്ളണമെന്നില്ല. സാധാരണയായി പ്രായമായവരിലാണ് ഇത്തരം അസുഖങ്ങൾ കണ്ടുവരുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നൗ ഷീ ഈസ് ക്യാരിങ്. ഓ മൈ ഗോഡ്. വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണത്. പക്ഷേ അവളുടെ ഹെൽത്തിനും തുടർ ചികിത്സയ്ക്കും അബോർഷനാണ് നല്ലത്. തുടക്കമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, രേഷ്മ മാനസികമായി തളരാനിടയാവരുത്. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ മരുന്ന്. നീ പേടിക്കണ്ട. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ധന്യ അമേരിക്കയിലെ പേരുകേട്ട ഓങ്കോളജിസ്റ്റാണ്. അവളെ നീ അറിയും, നമ്മുടെ കോളേജ് മേറ്റാണ്. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷീ ഈസ് കമ്മിങ് ഓൺ നെക്സ്റ്റ് വീക്ക് ഇറ്റ് സെൽഫ്. അവളുടെ നേതൃത്വത്തിലായിരിക്കും ഇനി രേഷ്മയുടെ ചികിത്സ. രാകേഷ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. രേഷ്മയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം നമുക്ക് ചെയ്യണം. ധൈര്യമായിരിക്കൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. നീ എന്താ പറഞ്ഞേ? നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നോ? ഇല്ല,
ഇല്ല, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എടി നിന്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമായതുകൊണ്ടല്ലേ? കുഞ്ഞിനെ നശിപ്പിക്കാൻ മാത്രം എന്ത് അസുഖം എനിക്ക്? പറ പറ, നീ പറ, എന്ത് അസുഖം എനിക്ക്? നീ വിട്, ഞാൻ പറയട്ടെ. നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നീ സമ്മതിച്ചല്ലേ? ദുഷ്ടനാടാ നീ. എനിക്ക് നിന്നെ കാണണ്ട. പോ പോ എന്റെ അടുത്തുനിന്ന്. എനിക്ക് നിന്നെ കാണണ്ട. രേഷു, കിച്ചോ, എനിക്ക് എന്താ സമനില വന്നോട്ടെ, പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ മുഖം ഒരു പ്രാവശ്യം കണ്ടിട്ട് ഞാൻ മരിച്ചോട്ടെ. എന്റെ അവസാന ആഗ്രഹമാണെന്നെങ്കിലും കരുതി നീ ഇതിനെ സമ്മതിക്കണം. ഇനി ഞാൻ നിന്നോട് ഒന്നും ആവശ്യപ്പെടില്ലല്ലോ. പ്ലീസ് കിച്ചു, പ്ലീസ്. നിന്നെ ഞാൻ മരണത്തിന് വിട്ടു കൊടുക്കില്ല. നമ്മളെ പിരിക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. എന്താ രേഷു, മുഖമല്ലാതെ എന്തു പറ്റി? ശ്രുതി, ഇനി എന്നോടൊന്നും മറച്ചു വയ്ക്കണ്ട. ഞാനെല്ലാം അറിഞ്ഞു. കിച്ചന്റെ കൂടെ ഞാൻ അതൊക്കെ തന്നെ ഉണ്ടാവില്ലല്ലേ? അവന്റെ കാര്യം ആലോചിക്കുമ്പോ കൊച്ചുകുട്ടികളുടെ മനസ്സവന്റെ ഇതൊന്നും താങ്ങാനുള്ള കരുത്ത് അവനുണ്ടാവില്ല. ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഞങ്ങള്. അതിനു മുമ്പ് എന്നെ നഷ്ടപ്പെട്ട അവന്റെ അവസ്ഥ ഓർക്കുമ്പോ. രേഷു, രേഷു, ഡോണ്ട് തിങ്ക് ലൈക്ക് ദിസ്. ഇത്തരം അസുഖങ്ങൾ മാറിയ എത്രയോ കേസുകൾ നമുക്ക് മുന്നിലുണ്ട്. ആത്മവിശ്വാസം കൈവിടാതിരിക്കൂ. ശ്രുതി, ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിക്കും. മരിക്കുന്നതിന് മുമ്പ് അതിന്റെ മുഖമൊന്ന് എനിക്ക് കാണണം. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. തളരരുത്. നല്ലത് വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹായ് ധന്യ, ഹൗ ആർ യു? വെരി ഫൈൻ. എപ്പോ ലാൻഡ് ചെയ്തു? ഇന്ന് വെളുപ്പിന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. നേരെ ഇങ്ങോട്ടാ വന്നത്, നിന്നെ കാണാൻ. പിന്നെ പറ, എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിച്ചതല്ലേ? രേഷ്മ, അവളും ഞാനും തമ്മിൽ കോളേജിൽ വെച്ചുള്ള ഒരു കണക്കുണ്ട് തീർക്കാൻ. നീ അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയല്ലേ? അതിന് കാരണക്കാരി നീ തന്നെയല്ലേ? ഒന്നവൾ എന്റെ മുഖത്തടിച്ചു. പക്ഷേ ആ അടി കൊണ്ടത് മുഖത്തല്ല, എന്റെ ഹൃദയത്തിലാ. ഏയ് രേഷ്മ, ഒന്ന് നിന്നേ.
ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോ. എന്താ എന്താ നിനക്ക് വേണ്ടേ? എവിടെ നിന്റെ കാമുകൻ? കാമുകനോ? മനസ്സിലായില്ല. ഓ, ഒന്നും അറിയാത്തതുപോലെ. എടി, രാകേഷിനെ പറ്റിയാ ചോദിച്ചത്. നിന്നോടാരാ പറഞ്ഞേ അവൻ എന്റെ കാമുകനാന്ന്? എന്തിനാടി ഈ അഭിനയം? കോളേജിൽ വെച്ച് ഫ്രണ്ട്, പുറത്ത് കാമുകൻ അല്ലേ? നിങ്ങൾ രണ്ടുപേരും ലോഡ്ജിൽ മുറിയെടുക്കാറുണ്ടെന്നൊക്കെ കേൾക്കുന്നു, ശരിയാണോടി? എന്താ നീ പറഞ്ഞേ? എന്തിനാടി വെറുതെ അടി വാങ്ങിച്ചു കൂട്ടുന്ന? എടി, നീ എന്നെ തല്ലിയല്ലേ? നീ കുറിച്ചു വെച്ചോ, ഇതിന് ഞാൻ നിന്നോട് പകരം ചോദിച്ചിരിക്കും. ഒന്ന് പോടി. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള എന്റെ സ്വപ്നമായിരുന്നു രാകേഷ്. പക്ഷെ അവൻ എന്നെ മൈൻഡ് ചെയ്യാറേയില്ല. ഇവൾ കാരണം എങ്ങനെയും രാകേഷിനെ സ്വന്തമാക്കണം. അതാണ് എന്റെ ഈ വരവിന്റെ ഉദ്ദേശം. രേഷ്മ, ഒന്നുകിൽ അവൾ മരിക്കണം, അല്ലെങ്കിൽ എന്നേക്കുമായി കോമ സ്റ്റേജിൽ കിടക്കണം. രണ്ടിലൊന്ന് ഞാൻ ചെയ്തിരിക്കും. ധന്യ, യു ആർ എ ഡോക്ടർ. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? അവളിന്ന് നിന്റെ പേഷ്യൻ്റാണ്. പേഷ്യന്റിനെ എന്ത് വില കൊടുത്തും രക്ഷിക്കുക, അതാണ് ഒരു ഡോക്ടറുടെ ധർമ്മം. ഡോക്ടർ എന്നതിലുപരി ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. അവനെ നേടാൻ ഞാൻ എന്തും ചെയ്യും. ഇനി നിനക്കറിയാത്ത മറ്റൊരു കഥ പറയാം. അമ്മുവിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് പാകിയത് ഞാനാണ്. ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അവളെ ഉപദേശിച്ചതും ഞാനാണ്. അമ്മുവും രാകേഷും തമ്മിൽ പിരിയാൻ എന്തായാലും അത് നടന്നു. ഇനി അവൾ കൂടി ഇല്ലാതാകണം. ധന്യ, എങ്ങനെ നിനക്ക് ഇങ്ങനെ ക്രൂരയാകാൻ കഴിയുന്നു? പിന്നെ എന്റെ വരവിന്റെ ഉദ്ദേശം ഒരിക്കലും രാകേഷ് അറിയരുത്. അറിഞ്ഞാൽ ഞാൻ പറഞ്ഞതിലൊന്ന് രേഷ്മയ്ക്ക് സംഭവിച്ചിരിക്കും. അരുത് ധന്യ, ഞാനൊന്നും അറിയിക്കില്ല. രേഷ്മയില്ലാതായാൽ രാകേഷിനെ സ്വന്തമാക്കാൻ കഴിയുമെന്നാണോ നീ കരുതുന്നത്? അവരെ പിരിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല, ഓർത്തോ? എന്തു പറ്റി വിവേക്? എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയത്? ഇതൊരു വിജനമായ സ്ഥലമാണല്ലോ. എനിക്ക് പറയാനുള്ളത് പറയാൻ ഈ സ്ഥലമാണ് നല്ലത്. നീ മദ്യപിച്ചിട്ടുണ്ടല്ലേ? നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഓ, ചോദിക്കുന്നത് കേട്ടാ തോന്നും മദ്യപിച്ച വിവേകിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നീ ഇറങ്ങടി. നീ ഇറങ്ങുന്നോ അതോ ഞാൻ പിടിച്ചിറങ്ങണോ? വിവേക്, എന്നെ വിട്, എന്നെ വിടാൻ, എന്റെ കയ്യെന്ന് വിട്. നിന്നോട് വിടാനല്ലേ പറഞ്ഞത്? വിടടോ. ഇങ്ങോട്ട് ഇറങ്ങടി. അവളുടെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പോയിക്കോളൂ. നീ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമായി കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇന്നെനിക്കത് തീർക്കണം. വിവേക്, വിവേക് പ്ലീസ് എന്നെ വിട്ട്. വിവേക്, എന്നെ വിട്ട്. വിവേക് പ്ലീസ്. നിന്നെ എന്ത് ചെയ്താലും വിവേകിനോട് ആരും ചോദിക്കാൻ വരില്ല. നിന്റെ മറ്റവൻ നിന്നെ വിട്ടുപോയിട്ട് കാലം കുറച്ചായില്ലേ? വിവേക്, അവളെ വിട്ടേക്ക്. ഓ സന്ദീപ്, നീയോ? നീ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ?
ആരടാ ഇവളുടെ രക്ഷകനാ? അതേടാ, വേണ്ടയിടത്ത് വേണ്ടയാൾക്ക് വേണ്ട പോലെ രക്ഷകനാകും ഈ സന്ദീപ്. ഇവളെ വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വെറുതെ വേണ്ട, നീ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഈ വിവേക് അങ്ങനെ സ്ഥലം കാലിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എടാ, നിന്നെ ഞാൻ നീ വിവേകിനെ തല്ലാൻ മാത്രമായടാ. എടാ, സന്ദീപ് സന്ദീപ് മതി, നിർത്ത്. ഇനി അവനെ വിട്ടേക്ക്. ഇനി അടിച്ച അവൻ ചത്തുപോകും. എണ്ണീറ്റ് പോടാ. ഇനി താങ്ങാനുള്ള ശേഷി നിനക്കില്ല. ഇപ്പൊ ഞാൻ പോകുന്നു. നമുക്ക് ഇനിയും കാണാം. ആടാ, കാണാം. അമ്മ വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. തക്ക സമയത്ത് SMS അയച്ചതുകൊണ്ട് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞു. അമ്മു ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് പ്ലാൻ. വളച്ചേട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കണം. എനിക്ക് അമ്മുവിന് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ. കല്യാണത്തെ പറ്റിയൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ബാച്ചിലറായി ജീവിക്കുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ, അതിതുവരെ ആസ്വദിച്ച് മതിയായിട്ടില്ല. പിന്നെ അമ്മയ്ക്കൊരേ നിർബന്ധം. കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഞാൻ വഴിതെറ്റി നടക്കുകയാണെന്നാണ് അമ്മയുടെ പരാതി. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മയാണ് എൻ്റെ സുഹൃത്തും വഴികാട്ടിയും, അച്ഛനും അമ്മയും എല്ലാം. അമ്മുവിന് സമ്മതമാണെങ്കിൽ ഞാൻ അമ്മയും കൂട്ടി വീട്ടിലോട്ട് വരാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല സന്ദീപ്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ആ പിന്നെ അറിഞ്ഞിരുന്നോ, രേഷ്മ ഹോസ്പിറ്റലാണ്. അയ്യോ, എന്താ പറ്റിയേ? ബ്ലഡ് ക്യാൻസർ. എന്റെ ഈശ്വരാ. ഞാൻ പോയിരുന്നു. വലിയ കഷ്ടം അവളുടെ കാര്യം. മെലിഞ്ഞ് ക്ഷീണിച്ച് ഒരു വകയായിട്ടുണ്ട്. കൂടാതെ അവൾ പ്രഗ്നന്റുമാണ്. ദൈവം കാത്തുരക്ഷിക്കട്ടെ, അല്ലാതെ എന്താ പറയാ. അമ്മു രാജേഷിനോടും രേഷ്മയോടും ചെയ്തത് വളരെ വലിയ തെറ്റായിപ്പോയി. അതിനിപ്പോൾ കുറ്റബോധം ഉണ്ടെന്നും അറിയാം. അതിനുശേഷം അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട്. അമ്മ ഹോസ്പിറ്റലിൽ പോകണം, രേഷ്മയെ കണ്ട് മാപ്പ് പറയണം. ആ കുട്ടിക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് അമ്മുവിൻ്റെ മനസ്സിൽ കിടന്നേറും. അത് പാടില്ല. ഞാൻ പോവും, എനിക്കവരെ കാണണം. എന്നാ ഇറങ്ങിക്കും. പിന്നെ യെസ് ഓർ നോ എന്തായാലും പറയണം കേട്ടോ. ഞാൻ കാത്തിരിക്കും മറുപടിക്കായി. മഹാദേവ, എന്റെ കിച്ചൻ്റെ കൂടെ ജീവിക്കാൻ കുറച്ചു നാൾ കൂടെ നീ ആയുസ് നീട്ടിത്തരണ. എത്ര പെട്ടെന്ന് നീ എന്നെ തിരിച്ചു വിളിക്കാനാണെങ്കിൽ എന്തിനാ നീ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വെച്ച് നീട്ടിയത്? ആരുമില്ലാതെനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നത് ഇതിനായിരുന്നു. എന്റെ കിച്ചൂന് ഇതെല്ലാം താങ്ങാനുള്ള ശക്തി കൊടുക്കണേ. മഹാദേവ, എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യങ്ങളും എനിക്ക് തരണം.
അതുവരെയുള്ള ആയുസെങ്കിലും എനിക്ക് നീട്ടിത്തരണം. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാൻ തുടങ്ങിയത് ഈ നിമിഷം വരെ ഞാനൊന്നും നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം. അല്ല, അതിനു മുമ്പ് നിന്നെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ നിന്നെ മുന്നേ വെച്ച് നിന്റെ ഈ നടയിൽ വെച്ച് തന്നെ ഞാൻ മരിക്കണം. രേഷു, രേഷു, ഇങ്ങോട്ടാ വരുന്നൊന്ന് പറഞ്ഞിട്ട് വന്നോടാ നിനക്ക്. കിച്ചു, അയ്യോ, എടി മൂക്കിൽ പിന്നെ ബ്ലഡ് വരുന്നു. വന്നേ വന്നേ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. പതുക്കെ ഞാൻ എടുക്കാം. വാ വാ. രാകേഷ്, നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു. കുഞ്ഞ് ആരോഗ്യവതിയാണ്. ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടതുകൊണ്ട് രേഷ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ അല്പം മോശമാണ്. എങ്കിലും കുഴപ്പമൊന്നുമില്ല. രാകേഷ്, രേഷ്മയുടെ തിരിച്ചുവരവിനായി സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും അവൾ രക്ഷപ്പെടും. ചേച്ചി, മോളെ, നീ വന്നോ? ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. ചേച്ചി എന്നോട് ക്ഷമിക്കണം. പൊറുക്കാനാവാത്ത തെറ്റ് ഞാൻ ചേച്ചിയോട് ചെയ്തത്. ചേച്ചിയും രാകേഷേട്ടനെ ഞാൻ അനാവശ്യമായി സംശയിച്ചു. എല്ലാം വെറുതെ ആയിരുന്നെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും വൈകിപ്പോയി. സാരമില്ല മോളെ, എല്ലാം വിധിയാ. നമ്മളൊന്ന് വിചാരിക്കുന്നു, ഈശ്വരൻ മറ്റൊന്ന് നടപ്പിലാക്കും. അല്ലാതെ എന്താ പറയാ? എന്റെ ഈ അവസ്ഥ തന്നെ നോക്കിക്കേ. ഇതൊക്കെ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ചേച്ചിയുടെ അസുഖമൊക്കെ മാറും. ചേച്ചി ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം. ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എല്ലാം മറന്ന് നീ എന്നെ ഇവിടെ കാണാൻ വന്നില്ലേ? എനിക്ക് ഒരുപാട് സന്തോഷമായി. അതന്യ അവളാണ് ചേച്ചി എന്റെ മനസ്സിൽ തീ കോരിയിട്ടത്. അവളിവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവളെ ഒന്ന് കാണാനും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വേണ്ട മോളെ, ഇനി അവളോടൊരു വഴക്കിന് പോകണ്ട. വെറുതെ എന്തിനാ? ചേച്ചി അവരെ സൂക്ഷിക്കണം. അവര് വന്നത് ചേച്ചിയെ ചികിത്സിക്കാനൊന്നുമല്ല. അവർക്ക് ചേച്ചിയോട് പകയുണ്ട്. മോള് ധൈര്യമായിട്ടിരിക്കെ, എനിക്കൊന്നും സംഭവിക്കില്ല. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിലേക്ക് പോകും. അവിടെ എനിക്കൊരു IT കമ്പനിയിൽ ജോലി ശരിയായിട്ടുണ്ട്. പിന്നെ രാകേഷ് ചേട്ടനോട് എന്നെ ശപിക്കരുതെന്ന് പറയണം. അത്രയ്ക്കും വലിയ തെറ്റാ ഞാൻ ചെയ്തത്. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. നിനക്ക് നല്ലതേ വരൂ. എന്നാ
ഞാൻ വരട്ടെ ചേച്ചി, കാണാം. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. രേഷ്മ, നാളെ നിന്നെ ഡിസ്ചാർജ് ചെയ്യും. നീ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. പിന്നെ കുറച്ചു കാലത്തേക്ക് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അത്രമാത്രം. മറ്റൊരു കുഴപ്പങ്ങളും ഇല്ല. കുറച്ചു കാലം കൊണ്ട് നീ തന്ന സ്നേഹം, അതെന്റെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്തതാണ്. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട ഞാൻ പിന്നീട് വളർന്നത് അച്ഛന്റെ ക്രൂരതകൾ കണ്ടാണ്. പണം മാത്രം മതിയായിരുന്നു അച്ഛന്. നിന്നിലൂടെ എനിക്കൊരു സഹോദരിയെ കിട്ടി, നല്ലൊരു സുഹൃത്തിനെ കിട്ടി. ഇതുവരെ പ്രവർത്തിച്ചതും പറഞ്ഞതുമെല്ലാം മാപ്പർഹിക്കാനാകാത്ത തെറ്റാണെന്നറിയാം. എല്ലാത്തിനും സോറി. നിന്നെയും രാകേഷിനെയും തമ്മിൽ പിരിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ദൈവം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. പോയി സുഖമായി ജീവിക്കൂ. താങ്ക് യു ധന്യ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വർഷങ്ങൾ എത്ര പെട്ടെന്ന് കടന്നുപോയി. എൻ്റെ രേഷുവിനെ എനിക്ക് തിരിച്ചു കിട്ടി. അവളിന്ന് പൂർണ്ണ ആരോഗ്യവതിയാണ്. ഹർഷമോൾക്ക് 3 വയസ്സായി. അവളുടെ ബർത്ത്ഡേ ആണ് നാളെ. അമ്മവുമായി ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് രേഷുവും ഹർഷമോളും. ഡ്രൈവ് ചെയ്ത് കൊടുത്തെങ്കിൽ കുറച്ചേരം ഞാൻ ഓടിക്കാം. ഹേയ്, അത് കുഴപ്പമില്ല, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. നല്ല ബ്ലോക്കാണല്ലോ, കുറെ ആളുകളെയും കാണുന്നുണ്ട്. നീ ഒന്ന് വണ്ടി നിർത്തി. ശരിയാണല്ലോ. ചേട്ടാ, എന്തു പറ്റിയതാ? കാറും ലോറിയും കൂടെ കൂട്ടിയിടിച്ചതാ. കാറിലുണ്ടായിരുന്ന സ്ത്രീയെ കുറച്ചുപേർ ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അയ്യോ, ഒന്ന് മാറുമോ ചേട്ടാ? ഒന്ന് മാറിക്കേ പ്ലീസ് ചേട്ടാ. ഒരു സൈഡൊന്ന്, ഒരു വഴി തരൂ. ഒന്ന് മാറി ചേട്ടാ, ഒന്ന് മാറി. ആ, ഈശ്വര, ഇതൊരു യേശുവിന്റെ കാറല്ലേ? മാറിക്കേ, ഒന്ന് മാറ് മാറ്. രേഷു, രേഷു, രേഷു. രേഷു, രേഷു, എന്താന്ന് പറയടി? രേഷു, ഞാനാടി, കിച്ചുവാടി, എന്റെ കിച്ചുവാടി, എന്തേലും പറയടി രേഷു. നമ്മുടെ മോളും നന്നായി നോക്കണട്ടോ. ഞാൻ പോവാ. രേഷു, രേഷു,
രാകേഷ് പോകരുത്, രാകേഷ്. രാകേഷ് കടലാണ്, പോകരുത്. നോ രാകേഷ്, രാകേഷ് നോ, അവിടെ നിൽക്ക്. ഒരിക്കലും നഷ്ടപ്പെട്ടു തോന്നിയപ്പോ ഈ കടച്ചാടി ജീവിതം അവസാനിപ്പിക്കാൻ പോയവരാണ് ഞാൻ. അന്ന് എന്നെ തിരിപിടിച്ച് എനിക്കൊരു ജീവിതം എന്റെ ശേഷുവാ. അവളെനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലടാ. അവളുടെ കൂടെ ഞാനും പോവാ. നിനക്കറിയോ, എന്റെ ഈ കൈ പിടിച്ചോണ്ടാണ് അവള് പോയത്. അവളെനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലടാ. ഞാൻ അവളുടെ കൂടെ പോവാ. ഹർഷമോളുടെ അച്ഛനും അമ്മയും എവിടേക്കാ പോയത് ആൻറ്റി? മോള് വാ, ഞാൻ എടുക്കാം. ഇനി ഞാനാ നിന്റെ അമ്മ. ഞാനിവളെ വളർത്തും എന്റെ മോളായിട്ട്. ആൻറ്റി എന്റെ അമ്മയല്ല, എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണണം. അച്ഛനും അമ്മയും വരും, മോളെ കാണാൻ വരും. ഇപ്പൊ മോള് വാ. നീ എന്തായി ചെയ്ത? നമ്മുടെ മോളിനെ ഒറ്റയ്ക്കാവില്ലേ? ഇല്ല രേഷു, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ കയ്യിൽ മുറുകെ പിടിച്ചോ. രണ്ട് വർഷങ്ങൾക്ക് ശേഷം അമ്മേ, പുറത്താരോ വന്നിരിക്കുന്നു. ആഹാ, അമ്മ നോക്കാട്ടോ. മോളിരുന്ന് കളിച്ചോ. അല്ല, ഇതാരും ശ്രുതിയോ? വാ ശ്രുതി, നീ ഇവിടെ ഇരിക്കേ. എന്തൊക്കെയുണ്ടമ്മോ? നിനക്കും കുഞ്ഞിനും സുഖമല്ലേ? സുഖം. രാകേഷിന്റെ അച്ഛനും അമ്മയും? ആ സംഭവത്തിന് ശേഷം അമ്മയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു. അച്ഛൻ ശരീരം തളർന്ന കിടപ്പിലുമായി. എല്ലാം വിധിയാ, അല്ലാതെ എന്തു പറയാനാ. ഞാനിപ്പോ വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്റെയും സന്ദീപിന്റെയും കല്യാണം അങ്ങോട്ട് തീരുമാനിച്ചു. യെസ് ഓർ നോ? എന്തായാലും പറയണം കേട്ടോ, ഞാൻ കാത്തിരിക്കും മറുപടിക്കായി. എന്താടി നിന്റെ മുഖം വാടിയത്?
ഒന്നുമില്ല. ഇതാ ഞങ്ങളുടെ വിവാഹ ക്ഷണക്കത്ത്, വായിച്ചു നോക്കൂ. ഞാൻ വായിച്ചോളാം. വായിക്കടി. ശ്രുതി, ശ്രുതി, ഇത് വധുവിന്റെ പേര് കണ്ട് ഞെട്ടണ്ട. ഇതെന്റെ തീരുമാനമാണ്. സന്ദീപ് അമ്മുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനിയും അവന്റെ ക്ഷമ പരീക്ഷിക്കുന്നത് ശരിയല്ല. ആളെ ഞാൻ കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. സന്ദീപ്, വരൂ. അമ്മു, ഈ കുഞ്ഞിനെ നമ്മൾ വളർത്തും, നമ്മുടെ കുഞ്ഞായി. നിനക്കും കുഞ്ഞിനും ഒരു കുറവും ഞാൻ വരുത്തില്ല. അമ്മ നിന്നെ കാത്തിരിക്കുകയാണ് വീട്ടിൽ. അമ്മോ, നീയും സന്ദീപും ഹർഷമോളും എന്റെ വീട്ടിൽ താമസിക്കുന്നു, എന്റെ ഹെവനിൽ. ഞങ്ങൾക്ക് നിങ്ങളെ എന്നും കണ്ടോണ്ടിരിക്കണം. അവിടെ നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടോ? No heaven. No heaven. No heaven. No heaven. വെൽക്കം ടു ഹെവൻ നാടകം സമാപിക്കുന്നു. നാടകരചന സംവിധാനം റിജേഷ് തില്ലങ്കേരി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അമൃത ഹരിദാസ്, ശ്രീന MS, ഡോക്ടർ ശ്രുതി, ഷാൻജി വിനോദ്, SI വിനോദ് കൃഷ്ണൻ, അനീഷ് K, ചന്ദ്രശേഖരൻ മാഷ്, E രാജൻ പാലക്കാട്, ശാരദ ടീച്ചർ റെജി മനോജ്, ഡോക്ടർ ധന്യ, ഹരിത കണ്ണൂർ, വേണുമാഷ്, വിഷ്ണു സുനിൽ മാള, രാകേഷ്, അമൽരാജ് MC, വിവേക്, സൂരജ് MS അരൂർ. രാകേഷിന്റെ ചെറുപ്പകാലം മുഹമ്മദ് VA. രേഷ്മ സരിത വേണുഗോപാൽ. രേഷ്മയുടെ ചെറുപ്പകാലം ഫാത്തിമ VU ആലുവ. ഗൗരി ദേവ്ന S പ്രകാശ്. ഹർഷമോൾ ശ്രീന MS. ആൽബിൻ ബിനു കൃഷ്ണ. അതുൽ ശ്രീഹരി. ഹരിദാസ് ബലരാമൻ ശ്രീലയം. പൗലോസ് കൃഷ്ണദാസ് പാലക്കാട്. സന്ദീപ് ദീപു പത്തനംതിട്ട. അപർണ ശില്പ രവിചന്ദ്രൻ. മറ്റു ശബ്ദങ്ങൾ: വിഷ്ണു സുനിൽ മാള. പശ്ചാത്തല സംഗീതം ജയരാജൻ മാനന്തവാടി, ആനന്ദ് രാജ്, അതുൽ കൃഷ്ണ. സാങ്കേതിക സഹായം ജയസൂര്യ അരൂർ, ദേവജിത്ത് ജയൻ. ശബ്ദമിശ്രണം മനോജ് S പട്ടാഴി.